നമസ്കാരം. നമ്മുടെ സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ അവിയലാണ് ഇന്നത്തെ റെസിപ്പി. ഈ അവിയൽ തൈരും പച്ചമുളകും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായ ഈ അവിയൽ തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എടുക്കാം. അവിയലിനുള്ള കഷ്ണങ്ങൾ നീളത്തിൽ വേണം അരിയാൻ. ചേന വെന്തു വരാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് തീരെ കനം കുറച്ചരിഞ്ഞ ചേന, നീളത്തിലരിഞ്ഞ പച്ചക്കായ, തൊലി കളഞ്ഞ് അരിഞ്ഞ മത്തങ്ങ, ഒരു ക്യാരറ്റ് തൊലി ചുരണ്ടി നീളത്തിലരിഞ്ഞത്, വെള്ളരിക്ക നീളത്തിലരിഞ്ഞത്. നാടൻ വെള്ളരിക്ക ആയതുകൊണ്ട് തൊലിയോട് കൂടിയാണ് മുറിച്ചത്. വളരെ ചെറിയ കഷ്ണം പാവയ്ക്ക നീളത്തിലരിഞ്ഞത്, പുളിക്ക് ആവശ്യമായ പച്ചമാങ്ങ തൊലി ചെത്തി നീളത്തിലരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങക്കായ തൊലി ചുരണ്ടി നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്നതിന് ഇതുപോലെ കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാൻ അടച്ചു വെച്ച് വേവിക്കാം. തിളക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അടുത്തതായി അരപ്പിന് ആവശ്യമായ 6 ചുവന്ന മുളക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം തുടർച്ചയായി ഇളക്കി കരിഞ്ഞു പോവാതെ വറുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അവിയലിനുള്ള തേങ്ങ കൂടുതൽ നൈസായി അരയരുത്. ഇതുപോലെ തരുതരിപ്പായി ഒതുക്കിയെടുത്ത ശേഷം ഇത് മാറ്റിവെക്കാം. 5 മിനിറ്റോളം ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കാം. അതിനുശേഷം മുറിച്ച് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായി ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് മുരിങ്ങക്കായ പിന്നീട് ചേർക്കുന്നത്. ഇടയ്ക്ക് അടപ്പ് തുറന്ന് കഷ്ണങ്ങൾ ഒന്ന് ചെറുതായി ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാം. പോലെ കഷ്ണങ്ങൾ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കരിവേപ്പില കൂടി ചേർത്ത ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 2-3 മിനിറ്റ് സമയം ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഇന്നത്തെ ഈ അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക് യു.